എന്താ ഗൈസ്, അവിടെയൊക്കെ മഴ ഉണ്ടോ? ഇവിടെ നല്ല മഴ കേട്ടോ. മഴൻ്റെ കൂടെ നമുക്ക് വരുന്നൊരു വേറൊരു സംഭവം ഉണ്ടല്ലോ, ക്രേവിങ്സ്. നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു കിഡിലായിട്ടാണേ. തണുപ്പിൽ നമുക്ക് ചൂടോടെ ഒരു ഡിസേർട്ട് എടുക്കാം. അപ്പോൾ ഒരു പാൻ എടുക്കുക, കുറച്ച് പാലെടുത്തിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ മാംഗോ, അതും കൂടി സെറ്റാക്കി വെക്കുക. പിന്നെ ഇത് നമ്മൾ വേമീസല്ലി, നമ്മളെ മലയാളികളുടെ സ്വന്തം സേമിയ. പിന്നെ ഇതുണ്ടല്ലോ, ഇത് സാഗോ റൈസ്, ഇത് നമ്മൾ പറയും സാവൂനരിന്ന്. നിങ്ങൾക്ക് എന്ത് പറയാം. പിന്നെ ഇത് നമ്മളെ പഞ്ചസാര, അത് മെയിനാണല്ലോ. പിന്നെ നമ്മളെ മാംഗോനെ നമ്മളൊന്ന് മേക്ക് ഓവർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ച് എന്താ പറയുക, ജ്യൂസാക്കിയിട്ടൊക്കെ കേട്ടോ. പിന്നെ പൊങ്ങാനയക്കരുത്. ആ സമയത്ത് നമുക്ക് നമ്മളെ സേമിയ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കല്ലേ, നമ്മളെ പാലിൻ്റെ നെഗളിപ്പുണ്ടല്ലോ അതങ്ങോട്ട് പോവും. ആ സമയത്ത് നമുക്ക് നമ്മളെ സാഗോ റൈസും കൂടി ആഡാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ പഞ്ചസാര ഉണ്ടല്ലോ, അതും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്, ആഡാക്കിക്കോ. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇളക്കി മറിക്കുക തന്നെ. പിന്നെ കുറച്ച് എന്താ പറയുക, ഒരു 2-3 ഏലക്ക. പിന്നെ ഇതുപോലെ തിക്ക് കുട്ടിപ്പൊടിയായിട്ട് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് നമ്മളെ ആ മാംഗോ ജ്യൂസ് ഉണ്ടല്ലോ അത് ആഡാക്കി കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കി നല്ല പോലെ മിക്സ് ചെയ്ത് ആ ഒരു മാംഗോൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് അതിലേക്ക് അങ്ങോട്ട് അലിയട്ടേന്നേ. പിന്നെ ഇത് നമുക്ക് കുറച്ച് അധികം തന്നെ ആഡാക്കാം കേട്ടോ. കുറച്ച് സ്വീറ്റായിട്ട് ഇരിക്കട്ടേന്നേ, അതിൻ്റെ ടേസ്റ്റ് മുന്നിലിട്ട് വരണം. പിന്നെ നമ്മൾ മെയിനായിട്ട് ഈ ഒരു വറുത്ത് ഒഴിക്കൽ അതും കൂടി സെറ്റാക്കി. പിന്നെ ഞാൻ കുറച്ച് വറുത്ത കടല ഉണ്ടല്ലോ അതും കൂടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ് ഇനി നമുക്കിത് കഴിക്കാം. ചൂടോടെ കഴിച്ചോട്ടോ. തണുപ്പിച്ചിട്ട് കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഈ തണുപ്പിൽ ചൂടോടെ കഴിക്കണം കേട്ടോ ടേസ്റ്റ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ആക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.